നമുക്കൊരു ഒരു പാർട്ടി ഇല്ലാത്തോണ്ടല്ലേ ഇവര് ഇങ്ങനെ അടിച്ചുകൊണ്ട് വരുന്നത്. ഒരു പാർട്ടിയിൽ അനുഭവമോ അല്ലെങ്കിൽ പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലേ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയാൾക്കുറപ്പ് നൽകിയത് നട്ടെല്ലുള്ള അച്ഛന്റെ മകനാണ്. അതായത് ചാണ്ടി ഉമ്മന്റെ ഉറപ്പ് ഇന്ന് യദുവിന് ജോലി ലഭിക്കുന്നു. ഒരു കാലത്ത് അധികാരത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ചരിത്രം നേട്ടം കൈവരിച്ചുകൊണ്ട് കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് അധികാരമേറ്റ ആര്യയുടെ ധാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലെത്തിയിരുന്ന യദുവിന് ഇപ്പോൾ ഒരു പുതിയ ജീവിതം ലഭ്യമാകുകയാണ്. തന്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന യദുവിന് ഇന്നിപ്പോൾ ഒരു കൈത്താങ്ങായിട്ട് ചാണ്ടിയുമ്മന്റെ കരങ്ങൾ അയാൾക്ക് അരികിലേക്ക് വരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് വെറും വാഗ്ദാനമല്ല, തന്റെ അച്ഛന്റെ ഉറപ്പാണ്, താൻ നൽകുന്ന ഉറപ്പാണ് എന്ന് വ്യക്തമാക്കി ചാണ്ടിയുമ്മൻ യദുവിന് ഒരു ജോലി യാഥാർത്ഥ്യമാക്കി നൽകിയിരിക്കുന്നു. മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട യദു ഇനി നിയമസഭാ വാഹനത്തിന്റെ ഡ്രൈവറായിട്ട് ഉണ്ടാകും എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. CPM പ്രവർത്തകർക്ക് കുറച്ച് വേദനയോടെയാണ് ഈ ഒരു വാർത്ത കേൾക്കാൻ സാധിക്കും എങ്കിലും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് ഈ ഒരു വാർത്ത വളരെയധികം സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായിട്ടാണ് യദുവിന് നിയമനം. ജോലിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് യദു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ രംഗത്തുണ്ടായിരുന്നെങ്കിലും ഇന്ന് അവർക്ക് ഒരു കൈത്താങ്ങായി ഭാഗ്യം ലഭിച്ചത് UDFന്റെ ഭരണകാലത്താണ് എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. അന്നത്തെ ഗതാഗത മന്ത്രിക്ക് ഉൾപ്പെടെ കത്ത് നൽകി പരാജയപ്പെട്ട കാര്യമാണ് ഇന്നിപ്പോൾ യദു UDF സർക്കാരിന്റെ നേതൃത്വത്തിൽ ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിൽ സാധ്യമാക്കിയെടുത്തിരിക്കുന്നത്. ഒന്നുകിൽ തിരിച്ചെടുക്കണം, അല്ല എങ്കിൽ പറഞ്ഞുവിടണം എന്നുള്ള നിയമ പോരാട്ടമടക്കം യദുവിനെ കുറിച്ച് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഓർത്തെടുക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞതിനെ ചൊല്ലിയാണ് മേയറും KSRTC ഡ്രൈവറുമായിരുന്ന യദുവും തമ്മിൽ അന്ന് നടുറോട്ടിൽ വാക്പോര് നടക്കുന്നത്. തിരുവനന്തപുരത്ത് പാളയത്ത് വെച്ചുണ്ടായ സംഭവം, പ്ലാമൂട് വെച്ച് ആദ്യം ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ അപകടകരമായി ഓടിച്ചുവെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് മേയർ കൊടുത്ത പരാതി. ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ യദുവിനെതിരെ കേസെടുത്ത നടപടി. നേരത്തെ യദു പരാതി നൽകിയിരുന്നുവെങ്കിലും കേസെടുക്കാൻ പോലും തയ്യാറാകാതിരുന്ന പോലീസ് പിന്നീട് കോടതി കയറി ഇറങ്ങുമ്പോൾ അയാൾക്ക് ഒരൊറ്റ ആശങ്കയായിരുന്നുള്ളൂ, തന്റെ മകനെ പഠിപ്പിക്കാൻ പോലുമുള്ള ഒരു ജോലി തനിക്ക് ഉറപ്പാക്കുന്നില്ലല്ലോ എന്നുള്ളത്. തന്റെ സാധാരണ ഒരു കൂലിപ്പണി ചെയ്യാൻ പോലും തുനിഞ്ഞാൽ അതിന് CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വരുന്ന ഗുണ്ടാ സംഘങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, ഭരണം മാറി, ഇതെല്ലാം മാറിയതോടുകൂടെ യദുവിന്റെ ജീവിതവും മാറുന്നു. വലിയ രീതിയിൽ ചാണ്ടിയുമ്മന്റെ കൈകൾ യദുവിന് നേരെ നീട്ടുമ്പോൾ, കൈ യദുവിന് കൊടുക്കുമ്പോൾ ഇപ്പോൾ യദുവിന് ഒരു പുതിയ ജീവിതം ലഭ്യമായി എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ്. എന്നാലും ഈ വിഷയത്തിൽ ഒരു സൂചന മലയാളി വാർത്തയ്ക്ക് യദു നേരത്തെ തന്നെ നൽകിയിരുന്നു. ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്ന ഉറപ്പിലാണ് തന്റെ ജീവിതം എന്നുള്ളതാണ് അന്ന് യദു നമ്മളോട് പറഞ്ഞത്. അന്ന് യദു പറഞ്ഞ കാര്യങ്ങൾ കൂടെ കേൾക്കാം. എനിക്കറിയത്തില്ല, ഇത് കൊറേയൊക്കെ അവിടെ തന്നെ ബാലുശ്ശേരിയിൽ കണ്ടില്ലേ, നല്ലൊരു വിജയമല്ലേ കോൺഗ്രസിനുണ്ടായത്. സംഭവം ഇവരെയൊക്കെ ഈ ധാർഷ്ട്യവും ഈ പെരുമാറ്റവും ഒക്കെ അല്ലേ, അതുകൊണ്ടാവാനാണ് സാധ്യത. പാവപ്പെട്ടവന്റെ അടുത്ത് ഒരു കരുണയില്ല, ഒരു ഇതുമില്ലാത്ത പ്രവൃത്തികളും പ്രശ്നങ്ങളും അല്ലേ ചെയ്യുന്നത്. എൻ്റെ അവസ്ഥ തന്നെ നിങ്ങൾക്ക് അറിയാലോ, നല്ല രീതിയിൽ അറിയാമല്ലോ. എനിക്ക് ഒരു ജോലി ചെയ്യാൻ പ്രൈവറ്റ് ബസ്സിലായാലും അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് പോകാൻ ഭയങ്കര രീതിയിലുള്ള തടസ്സവും ഭയങ്കര രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പം ഇതൊരു മാറ്റം, സന്തോഷമുണ്ട് മാറ്റം വന്നേ. ഈ പറയുന്നത് പോലെ ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കോർപ്പറേഷനിലുള്ള ഭരണം നഷ്ടപ്പെടുന്നു. ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ഭരണം, അത് നഷ്ടപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സച്ചിൻ ദേവ് മത്സരിച്ചു, സച്ചിൻ ദേവും പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് യദുവിനെ സംബന്ധിച്ച് പേഴ്സണലി കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ, അവരുടെ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു, ജനങ്ങളോടുള്ള ഡീലിങ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിപ്പോ നമ്മുടെ കേസും മുന്നോട്ടുള്ള കേസും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അറിയാലോ, ഇവരെ രാഷ്ട്രീയപരമായിട്ടുള്ള ആ പദവി വെച്ച് നല്ല രീതിയിൽ എനിക്ക് എതിരെ ഏറ്റവും നല്ല രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. കോടതി, പോലീസായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമായിട്ടാണ് നിന്നത്. അപ്പോൾ അതിലൊക്കെ ഇനി മാറ്റം വരും, നല്ല രീതിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്, ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ പിന്നെ നീതിന്യായ വ്യവസ്ഥയൊക്കെ കള്ളമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കും. ന്യായമായിട്ടുള്ള കാര്യം നടന്നാൽ മതി.
ഈ ഒരു വിധി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു രീതി എന്ന് വെച്ചാൽ ജനങ്ങൾ കഴുതയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി കാണും ഇപ്പോ നിലവിൽ. ഇതിനിടയിൽ ഒരു പാർട്ടി മാറ്റം ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു, അതെന്താണ് സംഭവം? പാർട്ടി മാറ്റം എന്ന് വെച്ചാൽ CAT യൂണിയനിൽ അംഗത്വം എടുത്ത് അത് INTC എടുത്തത് എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു പാർട്ടി ഇല്ലാത്തോണ്ടല്ലേ അവർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നത്. ഒരു പാർട്ടിയിൽ അനുഭാവമോ അല്ലെങ്കിൽ പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. അപ്പൊ എനിക്ക് നിലവിൽ ഒരു പാർട്ടി ഇല്ലെന്ന് അവർക്ക് തന്നെ അറിയാം. CAT യൂണിയനിലാണ് ഉണ്ടായിരുന്നെന്നും അറിയാം. എന്നിട്ട് അവര് സംഘി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് INTC ചേർന്നതുകൊണ്ടാണ്. അപ്പം നമ്മളെ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ഇപ്പൊ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇലക്ഷന് വരുന്നു സപ്പോർട്ട് ചെയ്യുന്നു, എന്റെ പേരും പറഞ്ഞു വോട്ട് വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആളുകൾ പറയുന്നതാണ്, എനിക്കറിഞ്ഞത്. എന്നിട്ട് അവർ കയറിയതിനു ശേഷം ഭരണം കഴിയുമ്പോൾ പിന്നെ നമ്മളെ കൈ ഒഴിയുന്നു, അതാണ് അവസ്ഥ. പക്ഷെ ഇത് ഉമ്മൻചാണ്ടിയുടെ മകൻ വരെ പറഞ്ഞു യദുവിന്റെ കാര്യം നമ്മുടെ കയറി കഴിഞ്ഞാൽ, ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ യദുവിന്റെ കാര്യം പരിഗണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ജോലി വാങ്ങിത്തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പ്രതീക്ഷയുണ്ട്. ആ, പ്രതീക്ഷയുണ്ട്. ഇവര് പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ മകൻ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയുണ്ട്. ബാക്കിയുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. സാറ് പറഞ്ഞിട്ടുള്ളതെല്ലാം പാലിച്ചിട്ടുമുണ്ട്. you.